ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് TuTU സ്കേർട്ടാണ്. ഇതാണ് TuTU സ്കേർട്ട്. TuTU സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നെറ്റും റിബണും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്കേർട്ടാണ്. അത് നമുക്ക് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ, അതുപോലെ മറ്റുള്ള ഫങ്ഷൻസ്, ഡാൻസ് പ്രോഗ്രാം അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സാധാരണ നമുക്ക് കടയിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ നല്ല വില വരും. പക്ഷെ ഇത് നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെറിയ സ്കേർട്ടാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് സ്കേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ അതുപോലെ പല മൾട്ടി കളേഴ്സ് നെറ്റ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് തയ്യൽ അറിയേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ തയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാകെ ഈ ഒരു റിബണും നെറ്റും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് TuTU സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ടത് ഇതുപോലെ നെറ്റ് ക്ലോത്ത് വേണം. പിന്നെ വേണ്ടത് എലാസ്റ്റിക്കാണ്. ഇപ്പോൾ എലാസ്റ്റിക് ഇല്ലെങ്കിൽ റിബൺ ആയാലും മതി. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. റിബൺ വെച്ചിട്ട് ചെയ്യാം, എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് റിബണിൽ എങ്ങനെയാണ് TuTU ഡ്രസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ നെറ്റ് ക്ലോത്ത് എടുക്കുക. നമുക്കിത് കടയിൽ നിന്ന് ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ നെറ്റിൽ ഡിസൈൻ ആയിട്ടുള്ളതൊക്കെ വരേണ്ടത്, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഇത് റോളായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നമുക്കിതിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. ഇപ്പം ആദ്യം നമ്മൾ ഇതുപോലെ നെറ്റ് എടുക്കുക. നെറ്റ് എടുത്തിട്ട് ഇതിനെ രണ്ടാക്കി മടക്കുക. ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. ലെങ്ത് ഞാനൊരു 10 എടുക്കുന്നത്. അടയാളപ്പെടുത്തുക. ഞാനിതൊരു ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലെങ്ത്ത് മതിയാവും. ശരിക്കും ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20. അപ്പോൾ ഇങ്ങനെ മടക്കിയാലാണ് അത് 10 ആവണത്. പിന്നെ അതിനെ ഒന്നും കൂടി മടക്കുക. ഇവിടെ താഴത്ത് നമ്മളൊരു ഇതുപോലെ ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലായാലും അടയാളപ്പെടുത്തിയാലും മതിയാകും. അപ്പോൾ ഞാനിവിടെ നമുക്ക് വീതി വേണ്ടത് ഒരു 3 ഇഞ്ചാണ് നമുക്ക് വീതി വേണ്ടത്. ഇപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ ക്ലോത്തിലായാലും മതി, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അടയാളപ്പെടുത്തി വെച്ചാലും മതി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ ലെങ്ത്തിൽ, ഇപ്പം നമ്മളിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതേ അളവിൽ വെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ 4 ആയാലും എടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് റിബൺ എടുക്കുക. ഈ റിബൺ എടുത്തിട്ട് നമ്മൾ റിബണിലാണ് നമ്മൾ അരവണ്ണ അളക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ കെട്ടാനായിട്ട് വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. ബാക്കി ഭാഗം ഞാൻ സ്കേർട്ട് കെട്ടാനായിട്ടാണ്. ഈ കെട്ടിയത് മുതൽ വേണം നമ്മൾ അരവണ്ണ അളക്കാനായിട്ട്. അപ്പോൾ അരവണ്ണം ഞാൻ എടുക്കുന്നത് ഒരു 18 അരവണ്ണം എടുത്തിട്ടുള്ളത്. ഒരു 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് 18. അധികം തടിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഒരു 18 മതിയാവുമായിരിക്കും. ഒരു 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾക്ക് നമുക്ക് 18 മതിയാവും. അധികം തടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ. എന്നിട്ട് അളന്നതിന് ശേഷം അവിടെ ഒരു കെട്ടിടുക.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? അതായത് ഇവിടെ നമ്മൾ 2 കെട്ടിട്ടിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ അരവണ്ണം. കണ്ടോ, ഇതാണ് അരവണ്ണം വരുന്നത്. ഇങ്ങനെ അരവണ്ണം വരും. ബാക്കി ഭാഗം നമ്മൾ സ്കേർട്ട് കെട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഞാൻ ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ബോ പോലൊക്കെ നമുക്ക് കെട്ടണമെങ്കിൽ കുറച്ച് വേണം. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് റിബൺ കൂടുതൽ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അരവണ്ണം എത്രയാണെന്ന് വെച്ചാൽ അവിടെ ഒരു 2 കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു ബുക്ക് എടുക്കുക, കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് നമ്മൾ ഈ റിബണ് ഒന്ന് കെട്ടിക്കൊടുക്കുക. നമുക്ക് ഇത് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ ഈസിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചെയ്യാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ബുക്കിന് പകരം നമ്മൾ വേണമെങ്കിൽ ചെയറുമ്മലൊക്കെ കെട്ടിയിട്ടായാലും ചെയ്യാം, അല്ലെങ്കിൽ ബുക്കുമ്മ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിംഗ് പേഡുമ്മ വെച്ചിട്ട് ചെയ്യാം. എവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് നമ്മുടെ അരവണ്ണം സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഈ തുണി എടുത്തിട്ട് ഇതിനെ 2ആക്കി ഇങ്ങനെ മടക്കുക. കണ്ടല്ലോ, ഇതിപ്പോൾ ടോട്ടല് 20 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിങ്ങനെ 2ആക്കി മടക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, അപ്പം ഇതിന് 2നെയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാതും ചെയ്തു കൊടുക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ 2ആക്കി മടക്കുക. എന്നിട്ട് റിബണിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുക. അങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ചെയ്യണം. ഇത് രണ്ടും കറക്റ്റ് ലെവലായിരിക്കണം മടക്കേണ്ടത്. ഇത് രണ്ടും ഇതുപോലെ കറക്റ്റാക്കി മടക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് എലാസ്റ്റിക്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എലാസ്റ്റിക് നമുക്ക് കുറച്ച് വീതിയുള്ളത് എടുക്കണം. വളരെ ചെറുതാവരുത്, കുറച്ച് വീതി. ഇപ്പോൾ ഇതൊരു 1/2 ഇഞ്ചൊക്കെ ഉള്ളോ, അത്ര മതിയാവും. അരവണ്ണത്തിൻ്റെ അളവെടുക്കുക. അപ്പോൾ ഞാൻ 18ആണ് അരവണ്ണം വരുന്നത്. കറക്റ്റ് അളവെടുക്കുക. അപ്പോൾ അരവണ്ണത്തിൻ്റെ അളവ് 18ആണ്. 18 എടുത്തിട്ട് അതിൽ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. 18ആണ് അളവെങ്കിൽ 19 എടുക്കുക. ഇവിടെ ഞാൻ 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 18ആണ്, 19 എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടും കൂടി കൂട്ടിയിട്ട് തുന്നുക. ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ വെച്ചിട്ട്, ഒന്നില്ലെങ്കിൽ മെഷീനിൽ വെച്ച് തയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തുന്നിയാലും മതിയാവും. ഇനി നമ്മൾ റിബണിൽ ചെയ്ത പോലെ തന്നെ സെയിം തന്നെ ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 20 ഇഞ്ചുണ്ട്. നമുക്ക് ഇറക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. ഇത് ടോട്ടൽ 20 ഇഞ്ചുണ്ട്. എന്നിട്ട് ഇതിന് മടക്കിയാൽ 10 ഇഞ്ചാവും. മടക്കിയിട്ടാണ് നമ്മൾ 10 ഇഞ്ച് എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് കറക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സാവധാനം ഇതിൻ്റെ ഉള്ളിൽ കൂടി കൊടുക്കുക. അങ്ങനെ എലാസ്റ്റിക് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ.
വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ഇത് റിബണിൽ ചെയ്തതാണ്, ഇത് എലാസ്റ്റിക് ചെയ്തതാണ്. ഇതുപോലെ റിബണൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇത് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇതുപോലെ ഇവിടെ കുറച്ച് ഫ്ലവറും അതുപോലെ റിബൺസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് എന്തും ചെയ്യാം. ഇതുപോലെ ലോങ് സ്കേർട്ട് ചെയ്യാം, പല മൾട്ടി കളേഴ്സ് നെറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്കതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരണം. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നൊരു പേജ് ഉണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.